വേലുമുത്തപ്പനും ദേവസ്ഥാനത്തിന്റെ ഉൽപ്പത്തിയും വിഷ്ണുമായ സ്വാമിയുടെ ചൈതന്യം ഭൂമിയിൽ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് വേലുമുത്തപ്പൻ സ്വാമികളാണ്. പെരിങ്ങോട്ടുകര ഗ്രാമത്തെ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ഒരു മാർഗം തേടി അദ്ദേഹം കഠിനമായ തപസ്സനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ തപസ്സിൽ സംപ്രീതയായ കുടുംബപരദേവതയായ ശ്രീ ഭുവനേശ്വരി ദേവി പ്രത്യക്ഷപ്പെട്ട് വിഷ്ണുമായ സ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ ഉപദേശിച്ചു. ദേവിയുടെ ഉപദേശപ്രകാരം മുന്നോട്ടുപോയ വേലുമുത്തപ്പന് ഒരു ദിവസം അതിപുരാതനമായ തൃപ്രയാർ പുഴയിൽ നിന്ന് വിഷ്ണുമായ സ്വാമിയുടെ ദിവ്യമായ വിഗ്രഹം ലഭിച്ചു. അദ്ദേഹം ആ വിഗ്രഹം തന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് പൂജകൾ ആരംഭിച്ചു. പിന്നീട് അക്കാലത്ത് വിഷ്ണുമായയുടെ ഉപാസനയ്ക്ക് പേരുകേട്ട പുഞ്ചനെല്ലൂർ തറവാട്ടിലെത്തി മൂലമന്ത്രം സ്വീകരിച്ച് ഉപാസന തുടർന്നു. വേലുമുത്തപ്പൻ സ്വാമികൾ തുടക്കം കുറിച്ച ആ ആരാധനാലയമാണ് ഇന്ന് കാണുന്ന വിശ്വപ്രസിദ്ധമായ പെരിങ്ങോട്ടുകര ദേവസ്ഥാനമായി വളർന്നത്. വേലുമുത്തപ്പന്റെയും പിൻതലമുറക്കാരുടെയും നിസ്വാർത്ഥമായ ഭക്തിയും ഉപാസനയുമാണ് ഈ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ പ്രശസ്തിക്ക് പിന്നിലെ അടിസ്ഥാനശില. ഭക്തരുടെ ദുഃഖങ്ങൾ കേട്ട് അവർക്ക് പരിഹാരവും അഭയവും നൽകുന്ന കലിയുഗ വരദനായി ശ്രീവിഷ്ണുമായ സ്വാമി ഇവിടെ കുടികൊള്ളുന്നു എന്ന് ലക്ഷക്കണക്കിന് ഭക്തർ വിശ്വസിക്കുന്നു.